ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഷുഗർ ഉള്ളവർക്കായിക്കോട്ടെ, രക്തക്കുറവുള്ളവർക്കായിക്കോട്ടെ, അല്ലെങ്കിൽ എപ്പോഴും ക്ഷീണം എന്നൊക്കെ പറയുന്നവർക്കായിക്കോട്ടെ, എല്ലാവർക്കും പറ്റിയ ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് റാഗി പൗഡർ കൊണ്ടുള്ള ഈ ഒരു പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അരിപ്പൊടിയിൽ റാഗി പൗഡർ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ റാഗി പൗഡർ കൊണ്ട് പുട്ട് മാത്രമല്ല, ദോശ ആയിക്കോട്ടെ, ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ലഡു പോലുള്ള ഐറ്റം ആയിക്കോട്ടെ, അട, എന്നിങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ സാധാരണ നമ്മൾ കൊച്ചു കുട്ടികൾക്ക് കുറുക്കുണ്ടാൻ വെക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഈ റാഗിയൊക്കെ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അതിൻ്റെ ഔഷധ ഗുണങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആളുകൾ ഡെയിലി നമുക്ക് ഒരു നേരമെങ്കിലും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഷുഗർ ഉള്ളവർക്ക് മറ്റൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല, അപ്പം റൈസ് ഒഴിവാക്കണം. എന്നാൽ അവർക്കിത് ഒരു നേരത്തെ ഭക്ഷണം ആയി കഴിക്കാവുന്നതാണ്. കാരണം ഇതിൽ ധാരാളം ഫൈബറുകളും അയേണ്, കാൽഷ്യം, പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവർക്കും പറ്റിയ ഒരു സൂപ്പർ ഫുഡാണിതെന്ന് പറയുന്നത്. ഇപ്പോൾ ഷുഗർ ഉള്ളവരാണെങ്കിൽ അവരുടെ ഷുഗർ ലെവൽ കൂടാതെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. എന്നാൽ ഇത് ഷുഗർ ഉള്ളവർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവരായിക്കോട്ടെ, ഇതിൻ്റെ അളവ് വളരെ കുറച്ച് മാത്രമേ കഴിക്കാവൂ. ഇപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിക്കുകയാണെങ്കിൽ അത്രയും ക്വാണ്ടിറ്റിയിൽ തന്നെ ഇത് കഴിക്കരുത്. കാരണം ഇതിൽ കൂടുതൽ ഊർജ്ജം അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെലിയുന്നതിന് പകരം വണ്ണം വെക്കുകയാണ് ചെയ്ത് കൂടുതൽ കഴിച്ചാൽ. കാരണം നമ്മൾ കാണുന്നില്ലേ, കുട്ടികൾക്ക് നമ്മളിത് കൊടുക്കുമ്പോൾ ഇത് കഴിക്കുന്ന കുട്ടികൾ വണ്ണം വെച്ച് വരുന്നത്. അപ്പം ഷുഗർ ഉള്ളവർക്ക് നല്ലൊരു ഫുഡാണ് ഈ റാഗി പുട്ട്. അപ്പോൾ റാഗി കൊണ്ടുള്ള ഏതൊരു ഐറ്റവും അവർക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പുട്ടും ഇഷ്ടമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അരിപ്പൊടിയിൽ ചേർത്ത് കൊടുത്തത് എന്താ വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. കാരണം അവർക്കത് റാഗി മാത്രം ഇടുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഇല്ലെങ്കിൽ എന്തെങ്കിലും മധുരം ചേർത്തിട്ടുള്ള ഐറ്റം ആയിരിക്കണം. അപ്പം അടയോ ദോശയോ ഒക്കെ ആയിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.